മകൻ്റെ ED നോട്ടീസ് സംബന്ധിച്ച് വിചിത്രമായ പ്രതികരണവും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത ആധികാരികമായൊരു വാർത്തയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണ് EDയുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നും. അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയൊരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്കറിയേണ്ട കാര്യം. നിങ്ങളുടെ മകന് നേരെ ED നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ? നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ്. അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. മകന് നോട്ടീസ് ED അയച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകണം. കാരണം അങ്ങ് പറഞ്ഞല്ലോ, മക്കളെ പ്രതി ഒട്ടും ഒരു അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി എനിക്ക് വന്നിട്ടില്ല. മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ. മക്കളാരും അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല. മക്കൾ തെറ്റായിട്ടുള്ളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് കേരളത്തിന് മുമ്പിൽ അങ്ങയുടെ മക്കളെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു മകനെക്കുറിച്ച് ഈ നിലയിലൊരു മാധ്യമ സ്ഥാപനം, അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വ്യാജമാണ്, കളവായ വാർത്തയാണ്, എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകണം. അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്. മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടുവെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ, ഏറ്റവും നന്നായി ബോധ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങേക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് ഈ ചുറ്റും നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ, മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണ് എങ്കിൽ, അങ്ങയുടെ മകനെതിരെ ഒരു ED നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. അതല്ല, ED നോട്ടീസ് ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് ഇപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്നുകൂടി പറയാനുള്ള മാന്യത, മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം. അതെ, അപ്പം ഞാൻ പറഞ്ഞേ ED വേട്ടയാടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി വേണം. ഒന്നുകിൽ ED നോട്ടീസ് അയച്ചു, ED നോട്ടീസ് അയച്ചിട്ട് പിന്നീട് നടപടി ഉണ്ടായില്ല, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിട്ടില്ല എന്ന്. ഇത് വേറെ ആരെക്കുറിച്ചല്ലല്ലോ, ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരനെക്കുറിച്ചല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആർജവത്തോടുകൂടി പറയണം, ഇങ്ങനെയൊരു നോട്ടീസ് എൻ്റെ മകന് ഉണ്ടായിട്ടില്ല, നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജമായ തെറ്റായ വാർത്തയാണ് എന്ന് നിഷേധിക്കാൻ തയ്യാറാണ്. അതല്ല, അദ്ദേഹം ഇതുവരെ തയ്യാറായില്ല. ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു നോട്ടീസ് ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെക്കുറിച്ചെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത വന്നാൽ ഈ നിലയിലാണ് നമ്മൾ പറയുക. തീർച്ചയായിട്ടും അത് വ്യാജ വാർത്തയാണെന്നും തെറ്റാണെന്നും നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തയെന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം? എന്ന് പറഞ്ഞു കണ്ടില്ല. പക്ഷേ മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയാണെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രസക്തമായ, നമ്മളെ ബാധിക്കുന്ന കാര്യം. കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ED നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യത്യാസമാണ്.
അദ്ദേഹം കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനെതിരെ ED സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയാൻ. കാരണം ഇന്നും വെബ്സൈറ്റിൽ അവൈലബിളാണ്. ഇത് സാധാരണ ഒരാളെക്കുറിച്ചല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ലൈറ്റ്. അദ്ദേഹത്തിന് വെറുതെ മറ്റ് കഥകൾ പറഞ്ഞ് ആലങ്കാരിക കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ മകനും മകളും ED നോട്ടീസിന് നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ മകനും മകളും EDയുടെ നോട്ടീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ സെറ്റിൽ ചെയ്തു, എന്തായി, എവിടെയായി, അന്വേഷണം മുന്നോട്ട് പോയില്ല, നിങ്ങളുടെ മകനും മകൾക്കും എതിരെ നടപടി ഉണ്ടായില്ല, അതൊക്കെ എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതാരെയും പറയേണ്ടത്, അത് അങ്ങാണ് പറയേണ്ടത്. അങ്ങാണ് കേരളത്തോട് പറയേണ്ടത് എൻ്റെ മകനും മകൾക്കുമെതിരെ ഉണ്ടായ അന്വേഷണത്തിൽ എന്താണ് സംഭവം. അല്ലെങ്കിൽ കോൺഫിഡൻ്റായി പറയണം, എൻ്റെ മകനോ മകൾക്കോ എതിരെ ഒരു ഏജൻസിയും നോട്ടീസ് അയച്ചിട്ടില്ല, സമൻസ് അയച്ചിട്ടില്ല എന്ന് കോൺഫിഡൻ്റായി പറയണം. അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് ശ്രമിക്കരുതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.